ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ നടത്തിയ ജീവനക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത്. സരീഷ് പി കെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, ധർമ്മസ്ഥലയിലെ സംഭവങ്ങൾ, വെളിപ്പെടുത്തലുകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഈ ജീവനക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ജീവനക്കാരൻ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ചില അസ്വാരസ്യങ്ങൾ, അതായത് ഈ അംഗങ്ങളെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ടെങ്കിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് DIGP പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിലുള്ള തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മംഗലാപുരം PWD ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് ഈ മൊഴി നൽകിയ ജീവനക്കാരനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നത്. DIG MN അനുച്ഛേദിന്റെ നിർദ്ദേശപ്രകാരം DCP ആയ ജിതേന്ദ്രകുമാറാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. ഏറ്റവും കൃത്യമായി അറിയേണ്ടത് എവിടെയൊക്കെയാണ് ഈ ജീവനക്കാരൻ എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത്, ഏത് കാലഘട്ടങ്ങളിലാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രധാനമായും വ്യക്തത വരുത്തേണ്ടത്. ഈ ജീവനക്കാരൻ നേരത്തെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 1994 മുതൽ 2014 വരെ 100-ലേറെ മൃതദേഹങ്ങൾ, ഈ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സ്ത്രീകളുടെയും ഒപ്പം തന്നെ ചില പുരുഷന്മാരുടെയും ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഈ കാലയളവിൽ താൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നു മൊഴി നൽകിയത്. പക്ഷെ എവിടെയാണ് എന്ന് കൃത്യമായി അദ്ദേഹം ആദ്യഘട്ടത്തിലെ മൊഴിയിൽ പറഞ്ഞിരുന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരെത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് DGPയുടെ ഉൾപ്പെടെയുള്ളവരെ മുൻനിർത്തി ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. കൃത്യമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മൊഴി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അത് വീഡിയോ ചിത്രീകരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹം മൊഴി മാറ്റിയാൽ അത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കും. ആ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ അന്വേഷണ സംഘത്തിന് പ്രധാനമായും അറിയേണ്ടത് ഏതൊക്കെ കാലഘട്ടത്തിൽ എവിടെയൊക്കെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുഴിച്ചിട്ടുണ്ട്, അത് ആരുടേതൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം മൊഴി ലഭിക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ആ സ്ഥലങ്ങളിൽ, അതായത് ഈ ജീവനക്കാരൻ പറയുന്ന ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ആ സ്ഥലങ്ങളിൽ എത്തി പരിശോധന നടത്തേണ്ടത്. എന്തായാലും കൃത്യമായൊരു ഡെവലപ്മെന്റ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൃത്യമായൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രൂപീകരിച്ചെങ്കിലും ഉൾപ്പെടെയുള്ള DCP സൗമ്യത ഉൾപ്പെടെയുള്ളവർ പിൻവാങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ഈ കാര്യത്തിൽ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകണം എന്ന് ആഭ്യന്തരമന്ത്രി G പരമേശ്വര കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് DGPയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരായ അനുച്ഛേദിന്റെയും ജിതേന്ദ്രകുമാറിന്റെയും നേതൃത്വത്തിൽ പ്രത്യേകം വിളിച്ച്, പ്രത്യേകിച്ച് ധർമ്മസ്ഥലയിലല്ല മംഗലാപുരത്തേക്കാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത്. ഒരാളെ പോലും അറിയിക്കാതെ മംഗലാപുരത്തേക്ക് വിളിച്ചു വരുത്തുകയും മംഗലാപുരത്തെ PWD ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെത്തി ഈ മൊഴിയെടുക്കൽ രേഖപ്പെടുത്തുകയുമാണ്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ വെളിപ്പെടുത്തൽ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.